പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ കോലം കത്തിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് ബി.ജെ.പി പോവുകയാണ്. കോലം അവിടെ റോഡിൽ കിടപ്പുണ്ട്. അല്പസമയത്തിന് കത്തിക്കുമെന്നോണം അറിയാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ ഇപ്പുറത്ത് കാണുന്ന ദൃശ്യങ്ങൾ ആശുപത്രിക്കകത്തു നിന്നുള്ള വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ജില്ലാ ആശുപത്രിക്കകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്കിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് ആശുപത്രിക്കകത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ വൈദ്യപരിശോധന ഇത്രയും നേരം പുരോഗമിക്കുകയായിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് പൂർത്തിയായി എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ആശുപത്രിക്കകത്തു നിന്നും വൈദ്യപരിശോധന പൂർത്തിയാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് കോലം കത്തിച്ചു. അപ്പോൾ അവിടെ പുറത്തിറക്കാതിരിക്കാൻ കാരണം പുറത്തുള്ള ഡിവൈഎഫ്ഐ യുവമോർച്ച പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം കാരണമാണ് അവിടെ പുറത്തിറക്കാൻ കഴിയാത്തത്. ഇവിടെ പാലക്കാട് ബി.ജെ.പിയുടെ പ്രതിഷേധം എം.എൽ.എ സ്ഥാനം രാജിവെക്കാമെന്ന് ആവശ്യപ്പെട്ട് ബി.ജെ.പി പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം നടക്കുകയാണ്. കോലം കത്തിച്ചാണ് അവിടെ പ്രതിഷേധം. സമീർ ബിൻ കരീം ചെയ്യുന്നു. സമീർ, കോലം കത്തിക്കലൊക്കെ ഉണ്ടെങ്കിലും പൊതുവെ സമാധാനപരമായ പ്രതിഷേധമാണെന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ പ്രവർത്തകരുടെ വലിയ നിരയൊന്നും കാണാനില്ല. ഹഷ്മി, സമാധാനപരമായ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. പാലക്കാട് മണ്ഡലം കമ്മിറ്റിയാണ് ഈ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ജനപങ്കാളിത്തം ഇതിലില്ല. മറിച്ച് ചെറിയ പ്രതിഷേധം വളരെ പെട്ടെന്ന് തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രവർത്തകർ ഈ ബാരിക്കേഡിന് തൊട്ട് മുൻപിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രാഹുലിന്റെ കോലം കത്തിച്ചുകൊണ്ട് പ്രതിഷേധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 15 മിനിറ്റ് മുൻപാണ് പ്രതിഷേധവുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം.എൽ.എ ഓഫീസിലേക്ക് സമരവുമായി ബി.ജെ.പി പ്രവർത്തകർ എത്തിയത്. ഇവിടെ മീറ്ററുകൾക്ക് മുൻപ് തന്നെ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് സമരം തടയുകയാണ്. അതിന് പിന്നാലെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തിയെങ്കിലും അത് പോലീസ് തടഞ്ഞു. പിന്നീട് ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കോലം കത്തിക്കുന്ന രീതിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടം എം.എൽ.എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ബി.ജെ.പി ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തൊരു സാഹചര്യത്തിൽ ബി.ജെ.പി വലിയ ആയുധമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം തന്നെയാണ് ബി.ജെ.പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനെ മാത്രമല്ല ഷാഫി കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം പ്രസംഗവുമാണ് ബി.ജെ.പി ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുന്നത് ഈ ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്നുള്ള ആരോപണം കൂടി ബി.ജെ.പി ഇതിനോടകം തന്നെ ഇപ്പോൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും വലിയ പ്രതിഷേധവും ഒരു സമരമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ആ കോലം ഏതാണ്ട് കത്തിത്തീർന്നു. അവിടെ തീ കോലത്തിൽ കത്തിയ തീ കെടുകയാണ്. പക്ഷേ തീ കത്തിച്ചെങ്കിലും സമാധാനപരമായ വലിയ ഒരു അത്രയ്ക്ക് പ്രവർത്തകരൊന്നും അതിനകത്ത് എന്തായാലും ഇല്ല. അത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത സമരം ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ആശുപത്രിക്കകത്തെ ദൃശ്യങ്ങളാണ്. വലിയ പ്രതിഷേധക്കാർക്കിടയിലൂടെ പോലീസ് പണിപ്പെട്ട ആശുപത്രിക്കകത്തേക്ക് എത്തിച്ച് അകത്തെ ഒരു ക്യാബിനിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തേക്കിറക്കാതിരിക്കാനുള്ള കാരണം അത് പുറത്തുള്ള വലിയ പ്രതിഷേധമാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ അടുത്ത ദൗത്യം. ഇന്ന് തന്നെ അതേ മജിസ്ട്രേറ്റ് കോടതിയിൽ ജില്ലാ മജിസ്ട്രേറ്റ് 2ന്റെ മുൻപ് അഞ്ജനാ ദേവിയുടെ മുൻപിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ ഇന്ന് തന്നെ സമീപിക്കും എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ മജിസ്ട്രേറ്റ് കോടതിയിൽ എന്തായാലും ജാമ്യം കിട്ടാതിരിക്കാൻ മാത്രമുള്ള തെളിവ് ശേഖരണം തങ്ങളുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് എസ്.ഐ.ടിയുടെ കോൺഫറൻസ്. അത് ഈ വീഡിയോ കോൺഫറൻസിലെടുത്ത ഈ പരാതിക്കാരുടെ മൊഴിയടക്കം അതിക്രൂരമായ പീഡനങ്ങൾ നേരിട്ടു, അതിക്രൂരമായ സാമ്പത്തിക ചൂഷണം നേരിട്ടു, അങ്ങേയറ്റം വയലന്റ് ആക്രമണം നേരിട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന ഈ വീഡിയോ കോൺഫറൻസിംഗ് മൊഴിയടക്കം രാഹുലിനെതിരായ തെളിവായി മജിസ്ട്രേറ്റ് കോടതിയിൽ മാറും എന്ന് തന്നെയാണ് എസ്.ഐ.ടിയുടെ പ്രതീക്ഷ. എന്തായാലും വളരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പിസോഡിൽ ഏറ്റവും സംഭവബഹുലമായ ദിവസമാണെന്ന് ഉറപ്പായും പറയാം. കാര്യം നേരത്തെയും കേസുകൾ വന്നു, കേസെടുത്തു, രാഹുലിന് അറസ്റ്റ് ഉണ്ടായേക്കും എന്ന സൂചന ഉണ്ടായപ്പോൾ രാഹുൽ അവിടെ നിന്ന് മുങ്ങി. പാലക്കാട് നേരത്തെ മുങ്ങിയതാണ്. പാലക്കാട് നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പല സ്ഥലങ്ങളിൽ പോലീസ് വലവീശി എവിടെയൊക്കെയോ പോയി എന്ന് പറയുമ്പോഴും രാഹുലിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതിനിടയിൽ രാഹുൽ കീഴടങ്ങാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയോട് തുറന്നു വെക്കണം എന്നാവശ്യപ്പെട്ട് പോലീസ് അവിടെ വെയിറ്റ് ചെയ്തതൊക്കെ വലിയ നാണക്കേടായി. പോലീസിന് തന്നെ വലിയ നാണക്കേടാവുന്ന സാഹചര്യം അവിടെ ഉണ്ടായി. പോലീസിൽ നിന്ന് വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോർന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് കേട്ടതാണ്. അതുകൊണ്ടാണ് രാഹുലിന് ഒളിയിടങ്ങൾ മാറാൻ സഹായകരമായത് എന്നൊക്കെയുള്ള ചില സൂചനകൾ ആ ഘട്ടത്തിൽ വന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.